ഹലോ, ആദൂസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉരുക്ക് വെളിച്ചെണ്ണ അഥവാ വെന്ത വെളിച്ചെണ്ണ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. അതിന് വേണ്ടിയിട്ട് 8 തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. തേങ്ങ പൊട്ടിച്ച് അതെല്ലാം തിരിങ്ങിയെടുക്കുക. ഏറ്റവും ബെസ്റ്റായിട്ടുള്ള എണ്ണയാണിത്. തേങ്ങയെല്ലാം തിരിങ്ങിയെടുത്തതിന് ശേഷം ചെറിയ ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട്, ഒരുപാട് വെള്ളം ആവരുത്, ആവശ്യത്തിന് വെള്ളം ഉപയോഗിച്ചിട്ട് എല്ലാം ഒന്ന് അടിച്ചെടുക്കുക. നല്ല പേസ്റ്റായിട്ട് അരയ്ക്കേണ്ട, ചെറുതായിട്ടൊന്ന് ആ പാലൊന്ന് കിട്ടുന്ന രീതിയിൽ അടിച്ചെടുക്കുക. എന്നിട്ട് ഒരു തോർത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ള കോട്ടൻ്റെ തുണിയോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് തേങ്ങാപ്പാൽ നന്നായി പിഴിഞ്ഞെടുക്കുക. നന്നായി പിഴിഞ്ഞെടുത്തിട്ട് അപ്പോൾ 8 തേങ്ങയിൽ നിന്ന് ഇത്രയും പാലാണ് കിട്ടിയിട്ടുള്ളത്. ഇത് ഉരുകി വരുമ്പോഴത്തേക്ക് കുറച്ച് എണ്ണയെ കാണത്തുള്ളൂ. എന്നാലും നമുക്ക് തൽക്കാലം വീട്ടിലെ ആവശ്യത്തിനൊക്കെ ഇത്രയും എണ്ണ മതിയാവും. എന്നിട്ട് ഒരു ഉരുളി എടുത്ത്, ചെമ്പിൻ്റെ ഉരുളിയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും, അതിലേക്ക് പാലൊഴിച്ച് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അടുക്കി പിടിക്കാതെ നോക്കണം. ഇളക്കി ഇങ്ങനെ വെന്ത് വരുമ്പോഴത്തേക്ക് നല്ലൊരു മണം വരും. നല്ല മണമാണ്. എന്നിട്ട് തിളച്ച് അതിൽ നിന്ന് ആ തേങ്ങയുടെ ഇതെല്ലാം ഇങ്ങനെ മാറി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഞാനിവിടെ ഗ്യാസിലാണ് വെച്ചത്. അടുപ്പിലാണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്നാവും. ഗ്യാസിലാകുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. അങ്ങനെ ഈ തിളച്ച് നമ്മൾ ഒഴിച്ചതിനെക്കാട്ടിലും അളവ് കുറഞ്ഞ് വറ്റി വീഴുന്നുണ്ട്. ഇതിങ്ങനെ വറ്റും തോറും നല്ല മണം വരുന്നുണ്ട്. നല്ല മണം എന്ന് പറഞ്ഞാൽ നല്ല മണം. കുഞ്ഞുങ്ങൾക്കൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള എണ്ണയാണ്. അവർ തലയിൽ തേപ്പിക്കാനായാലും ദേഹത്ത് തേച്ച് കുളിപ്പിക്കാനായാലും ചോറിൻ്റെ കൂടെയൊക്കെ കുറച്ച് സ്പൂണിലിങ്ങനെ ഒഴിച്ച് കൊടുത്താലും എല്ലാം നല്ലതാണ്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് മായമൊന്നും ചേരുന്നില്ല. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാം. അങ്ങനെ ഇവിടെ ഇത് വറ്റി വരുന്നുണ്ട്. ഇതിങ്ങനെ എണ്ണയൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആവും. എണ്ണയും ആ തേങ്ങയുടെ കൊത്തൊക്കെ മാറി എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരും. നല്ല മണമാണ്. ഈ കൊത്തൊക്കെ എടുത്ത് കഴിക്കുമ്പോൾ നല്ല രുചിയാണ്. നല്ല മണം ഇങ്ങനെ എല്ലായിടും അടിക്കുന്നുണ്ട്. ഗ്യാസിൽ വെച്ചത് കൊണ്ട് തന്നെ ചെറിയ തീ ആയതുകൊണ്ട് ഒരുപാട് ടൈം എടുത്തിട്ടുണ്ട്. ഒരു 6 മണിക്ക്, വൈകുന്നേരം 6 മണിക്ക് ഇട്ടത് ഏകദേശം ഒരു 8 മണി 8:30 ആയി ഈ പരുവത്തിലെത്തിയപ്പോഴത്തേക്ക്. അപ്പോൾ ഇത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കൊത്തൊക്കെ മാറ്റി അരിച്ച് ഒരു പാത്രത്തിലൊഴിച്ച് വെക്കാം. എണ്ണയ്ക്ക് നല്ല മണമുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. താങ്ക് യു.